നമ്മൾ പല ലാപ്ടോപ്പുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു ലാപ്ടോപ്പ് അധികം ആളുകൾ കാണാത്ത ഒന്നാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ, ഈ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു 17 ഇഞ്ചുള്ള ഒരു ടാബ്ലറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാം. എന്നാൽ ഇതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഈ ഒരു കീബോർഡ് ഏരിയ കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ചെറിയ ലാപ്ടോപ്പ് കണക്കായി. അവിടെയും തീർന്നില്ല. ഈ ഒരു കീബോർഡ് ഇതുപോലെ ഊരി മാറ്റിയതിന് ശേഷം ഈ ഒരു ടാബ്ലറ്റ് കണക്കെ നമ്മളിത് ഫുൾ അൺഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാൻഡ്. അതെടുത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ മേശപ്പുറത്ത് വെച്ചിട്ട് അതിന്റെ മുമ്പിലേക്ക് നമുക്ക് ഈ ഒരു കീബോർഡ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഒരു വലിയ ഒരു ഡെസ്ക്ടോപ്പ് കണക്കെ നമുക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു 3-in-1 യൂസ് കേസ് ഉള്ള ഡിവൈസ്, അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന Asus Zenbook 17-inch ഫോൾഡ് OLED. അപ്പോൾ ഇതിന്റെ വില കേട്ട സത്യം പറഞ്ഞാൽ ഞെട്ടും. സാധാരണ ഒരു ലാപ്ടോപ്പിന്റെ വിലയൊന്നുമല്ല, കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കൺവീനിയൻസ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നതുകൊണ്ടാണ്, മറ്റ് ലാപ്ടോപ്പുകൾ നൽകാത്ത ചില ഫീച്ചറുകൾ ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രൈസ്. ഓർക്കുക, ഇതൊരു ടച്ച് സ്ക്രീൻ ലാപ്ടോപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ടച്ച് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 യൂസ് കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ഡെസ്ക്ടോപ്പ് കണക്കെ നമുക്ക് ഇതുപോലെ വെച്ചുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കീബോർഡ് വെച്ച് വർക്ക് ചെയ്യാം. അതല്ല എങ്കിൽ ഇതുപോലെ ഈ ഒരു സ്റ്റാൻഡ് മടക്കി വെച്ച് കയ്യിൽ വെച്ചിട്ട് നമുക്കൊരു വിൻഡോസ് ടാബ്ലറ്റ് കണക്കെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാം. അതുമല്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കീബോർഡ് ഇറക്കി വെച്ച് ഒരു ലാപ്ടോപ്പ് കണക്കെയും വർക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള 3 യൂസ് കേസ് നൽകുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ലാപ്ടോപ്പിന് ഇത്രയധികം വില വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ യൂസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന് ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം. കണ്ടില്ലേ, ഒരു വലിയൊരു ഡയറിയുടെ അത്രയും സൈസിലേക്ക് ഇത് ചുരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ലാപ്ടോപ്പിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.5 kg മാത്രമേ ഉള്ളൂ. കൃത്യം 1.5 കിലോ വെയിറ്റ് മാത്രമേ ഈ ഒരു ലാപ്ടോപ്പിനുള്ളൂ. ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 17.3 ഇഞ്ച്. അതുപോലെ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2560x1920 ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. അപ്പോൾ ഹയർ സ്ക്രീൻ റെസൊല്യൂഷൻ നൽകിയിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന് 60 Hz റിഫ്രഷ് റേറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ഗെയിമൊക്കെ നല്ല രീതിയിൽ വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കളിക്കാം. അപ്പോൾ ഗെയിം കളിക്കാനുള്ള ലാപ്ടോപ്പ് അല്ല ആക്ച്വലി ഈ ഒരു ലാപ്ടോപ്പ്. ഇത് മൾട്ടിമീഡിയ കൺസംഷനും ഓഫീസ് വർക്കുകൾക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന, ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലാപ്ടോപ്പാണ്. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് HDR-ന്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു മൾട്ടിമീഡിയ കൺസംഷൻ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് സാധ്യമാണ്. അതുപോലെ ഇതിന്റെ ഒരു മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 500 nits ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പം നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ലാപ്ടോപ്പ് തന്നെയാണ് ഈ ഒരു അസ്യൂസിന്റെ ഫോൾഡ് OLED 17-inch ലാപ്ടോപ്പ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ബണ്ടിൽ ചെയ്താണ് ഈ ഒരു കീബോർഡ് ആക്സസറിയും വരുന്നത്. ഈ ഒരു കീബോർഡിന്റെ കീ ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.4 mm ആണ്. നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഒരു ഫുൾ സൈസ്ഡ് കീബോർഡ് ഒന്നും അല്ല, അല്ലേ? ഈ ന്യൂമറിക്കൽ കീ ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ടാബ്ലറ്റുകളോടൊപ്പം ഒക്കെ വരുന്ന തരത്തിലുള്ള ഒരു ബ്ലൂടൂത്ത് കീബോർഡാണ്. ഇവിടെ ഒരു ട്രാക്ക് പാഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കീബോർഡിന്റെയും ട്രാക്ക് പാഡിന്റെയും വർക്കുകൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. Wi-Fi 6E ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇന്റൽ ഐറിസ് Xe ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഒന്നും ഇതിനകത്ത് നൽകിയിട്ടില്ല. അതിന് ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു യൂസ് കേസ് ഉള്ള ഒരു ലാപ്ടോപ്പിന് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം അത്രയും വലിയൊരു ഹെവി ഗെയിമിങ്ങിനോ ഹെവി വീഡിയോ എഡിറ്റിങ്ങിനോ ഒന്നും യൂസ് ചെയ്യേണ്ടുന്ന ഒരു ലാപ്ടോപ്പ് അല്ല. എന്ന് വെച്ച് അത്തരം കാര്യങ്ങൾ വേണമെങ്കിലൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പിന്റെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 5 MP ഒരു IR ഫംഗ്ഷൻ ഉള്ള ഒരു ക്യാമറ ഇത്തരത്തിൽ നമുക്ക് കാണാം. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഇന്റൽ കോർ i7 12th Gen പ്രോസറാണ് ഈ ഒരു ലാപ്ടോപ്പിന്. ലാപ്ടോപ്പ് എന്ന് മാത്രം ഇതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റില്ല. ഈ ഒരു ഡിവൈസിന് കരുത്ത് പകരുന്നതെന്ന് വേണമെങ്കിൽ പറയാനുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് 16 GB LPDDR5 RAM നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ മികച്ചത് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ മോഡൽ 1 TB ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതും 1 TB SSD ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബൂട്ടിംഗ് ഒക്കെ അതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾക്കണം. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് സൗണ്ട് ക്വാളിറ്റി കേൾക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഫോൾഡബിൾ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇതിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് ഭയങ്കരമായിട്ട് പതിയുന്നുണ്ട്. ഒരു ഓയിലി ഫീൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റും ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്രയും ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് പതിയുന്നത്. യൂട്യൂബൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. സാധാരണ ലാപ്ടോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. എന്തായാലും നമുക്കൊന്ന് ഒരു പാട്ട് കേട്ടു നോക്കാം.
നിങ്ങൾ കേട്ട് കാണും, എക്സലന്റ് ക്വാളിറ്റി എന്ന ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത്. ഹാർമൻ കാർഡൻ ഫൈൻ ട്യൂൺ ചെയ്ത ക്വാഡ് സ്പീക്കർ സെറ്റപ്പാണ്, അതും ഡോൾബി അറ്റ്മോസുമായിട്ട് 4 സ്പീക്കറുകളാണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. അപ്പോൾ അത് എങ്ങനെ പിടിച്ചാലും നമുക്ക് ഒരു സ്റ്റീരിയോ സൗണ്ട് കിട്ടത്തക്ക വിധത്തിലാണ് ഈ 4 സ്പീക്കറുകൾ ഇതിനകത്ത് ട്യൂൺ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് ഫോൾഡ് ചെയ്യുകയോ അൺഫോൾഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്കിപ്പോൾ 3 രീതിയിൽ ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഒറ്റ സ്ക്രീൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ, 1/2 സ്ക്രീൻ. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ക്രോം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടു മിനിമൈസ് ചെയ്യുന്നു, വീണ്ടും ഞാൻ ക്രോം എടുത്തിട്ട് ഫേസ്ബുക്കോ സംതിങ് ഇതിൽ ഓപ്പൺ ചെയ്യുന്നിരിക്കട്ടെ. അങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീൻ വഴി ഞാൻ 2 സ്ക്രീൻ മോഡിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഫേസ്ബുക്കും ഈ ഒരു ഭാഗത്ത് ഇതുപോലെ യൂട്യൂബും കാണും. ഒരു ബുക്ക് കണക്കെ കണ്ടല്ലേ, 2 പേജുള്ള ഒരു ബുക്ക് കണക്കെ. അപ്പോൾ മൾട്ടി ടാസ്ക് ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നിലധികം പേജുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത്, ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും നോട്ട് കുറിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് അങ്ങനെ സാധ്യമാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ഈ സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രത്യേകതയാണ്. വിൻഡോസ് 11 ആണ് ഈ ഒരു ലാപ്ടോപ്പിനകത്തുള്ള പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിനകത്ത് 75 വാട്ട് അവറിന്റെ ഒരു 4 സെൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിന് കരുത്ത് പകരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് 65 വാട്ടിന്റെ ഒരു ചാർജറാണ് ലാപ്ടോപ്പിനോടൊപ്പം നൽകിയിരിക്കുന്നത്. നമുക്ക് USB Type-C ചാർജിങ് കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യേണ്ടത്. Type-C പോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പോർട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ Type-C പോർട്ട് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള തണ്ടർബോൾട്ട് പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഇവിടെ ഹീറ്റ് വെന്റിലേഷൻ ഔട്ട് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ വോളിയം റോക്കേസ് കാണാം. ഇവിടെ ഒരു Type-C പോർട്ട് നമുക്ക് ഇതുപോലെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ പോർട്ടുകളൊക്കെ ധാരാളം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇന്റൽ ഇവോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത് എന്നുള്ളത് പ്രത്യേകതയാണ്. പാൻറ്റോൺ വാലിഡേറ്റഡ് ആണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് നൽകിയിരിക്കുന്നത്. അസ്യൂസിന്റെ സെൻബുക്ക് കാറ്റഗറിയിൽ പെടുന്നതാണ്. മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഡയറിയുടെ ഒരു ബുക്കിന്റെ ഒക്കെ ഒരു വലുപ്പം മാത്രമേ ഈ ഒരു ലാപ്ടോപ്പിനുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേക യൂസ് കേസ് ആണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂസ് കേസ്. നമ്മുടെ ചാനലിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ലെനോവോയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ലെനോവോയുടെ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ലാപ്ടോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയും അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ചില ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുറച്ചുകൂടി ഈ ഒരു അസ്യൂസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു ഫോൾഡബിൾ ലാപ്ടോപ്പിനെ ഒരുപാട് എന്താ പറയുന്നത് ഒന്ന് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളന്ന് പരിശോധിച്ച ലെനോവോ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഈ പറഞ്ഞ പോലെ 3,30,000 രൂപയാണ്. അത്രയും രൂപയെ കൊടുത്തുകൊണ്ട് ആർക്കാണ് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ 3,30,000 രൂപ കൊടുക്കുമ്പോൾ അത്രയും വലിയൊരു ഹെവി പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ അത്രയും പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡെസ്ക്ടോപ്പ് PC-കളും ലാപ്ടോപ്പുകളും വാങ്ങാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മറ്റ് ഒരു പ്രോഡക്റ്റും ഇത്രയും പ്രൊഡക്ടിവിറ്റി നൽകത്തില്ല. ഈ പറഞ്ഞ യൂസ് കേസ്, ഡിഫറെൻറ്റ് യൂസ് കേസാണ്. ഒരു ടാബ്ലറ്റ്, ഒരു ലാപ്ടോപ്പ്, ഒരു വിൻഡോസ് കണക്കെയുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഒരുപക്ഷെ ഇതിന് ഇത്രയും വിലയെന്ന് എനിക്ക് തോന്നുന്നു.